ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ആക്റ്റീവ് HET വന്ന് ആ വണ്ടി ഒരു നിശ്ചിത കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി കയറത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി അതേപോലെ സ്റ്റക്ക് അങ്ങനെ പോകത്തുള്ളൂ. വണ്ടി അങ്ങോട്ട് വലിവും മടുപ്പ്, പിന്നെ കയറ്റമാണെങ്കിൽ ഒട്ടും വലിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ക്ലച്ച് സൈഡ് ഇപ്പോൾ അഴിച്ചു വെക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ക്ലച്ച് ബുഷ് ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായി, ക്ലച്ച് പുള്ളിയൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ വലിവ് മടുപ്പ് ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇതിപ്പോൾ കണ്ട വേരിയേറ്റർ ബോഡിക്ക്, ഈ ബോഡി ഇതാണ് വേരിയേറ്റർ എന്ന് പറയുന്നത്, ഈ ബോഡിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വലിവ് മടുപ്പ് ഉണ്ടായേക്കണം. അപ്പം ഇത് കംപ്ലൈൻ്റ് ആയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി സ്ലൈഡർ ബുഷ്, ഈ റോളർ ബുഷിൻ്റെ ഈ റോളർ ബുഷ് തള്ളി വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് അതിനകത്തിട്ടുണ്ട്. ആ പ്ലേറ്റിൽ വി സ്ലൈഡർ എന്ന് പറയുന്നൊരു ബുഷ് കിടക്കുന്നു. അപ്പോൾ ആ വി സ്ലൈഡർ ബുഷ് പൊട്ടിപ്പോയത് കൊണ്ടാണ്, ഇതാണ് വി സ്ലൈഡർ ബുഷ്, ഇത് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഈ വേരിയേറ്റർ ബോഡിയുടെ അകത്ത് ആ വി സ്ലൈഡർ കിടക്കുന്ന ആ പ്ലേറ്റ്, ആ ഇരുമ്പാത് അത് ഉരഞ്ഞുരഞ്ഞ് ആ അലൂമിനിയത്തിൽ, വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന അലൂമിനിയത്തിൽ ഉരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോളർ ബുഷ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതനുസരിച്ച് മൂവ് ചെയ്യാതെ വന്നപ്പോഴത്തേക്കാണ് ഈ വലിവ് മടുപ്പുണ്ടായത്. അപ്പം നമ്മൾ ഈ ബെൽറ്റ് അഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലച്ച് സൈഡ് അഴിക്കുന്ന സമയത്ത് വേരിയേറ്റർ ബോഡി അഴിക്കുന്നുണ്ടെങ്കിൽ അത് അഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് അത് നല്ലതാണോ അല്ലയോ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും.